ലൈഫിൽ എപ്പോഴും ഉയർച്ചയും താഴ്ചയും ഉണ്ടാവുമല്ലോ, അതെനിക്കും ഉണ്ടായിരുന്നു. 2015 എൻ്റെ ജോലി പോവാൻ കാരണം ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു പുതിയതായിട്ട് തുടങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുതിയതായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് എൻ്റെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സും അതിൻ്റെ റിട്ടേൺസും ഒരുപാട് സഹായിച്ചിരുന്നു. അമ്മയ്ക്ക് എപ്പോഴും ഒരു സേവിങ് മെൻറ്റാലിറ്റി ചെറുപ്പത്തിലേ മുതലുണ്ടായിരുന്നു. സോ അമ്മ ആ സമയം തൊട്ടേ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ സേവ് ചെയ്യുമായിരുന്നു. അതും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് ഫ്യൂച്ചറിൽ മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങാൻ. ബാലൻസ്ഡ് അപ്രോച്ചിൽ ചെയ്തുകൊണ്ട് പോർട്ട്ഫോളിയോ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണാനുണ്ട്. ഇൻ ഹെർ ബിസിനസ് ഓൾസോ എന്തെങ്കിലും ലിക്വിഡിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ എക്സ്പാൻഷൻ പ്ലാൻസിലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ദാറ്റ് വി ക്യാൻ ഡു എക്സ്പാൻഷൻ. ഇപ്പോൾ എനിക്ക് ക്ലിനിക്കിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ മേത്ത് നല്ല പ്രൈഡ് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ സ്വന്തം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസവും ഒരു സന്തോഷവും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ഓൺട്രപ്രണറിന് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ സഹായിച്ചത് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.